കൊച്ചിന്റെ എടുത്തുട്ടാ. ഓ ഇല്ലേ ഹൈനെ പോലെ ഫേസ് നമ്മളെ വിചാരിച്ചു ഇങ്ങനെ ഹൈനാന്ന്. അതുപോലില്ലേ? ഹായ്, എന്റെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിജയന്റെ ലിയോ മൂവിയിലെ തുപ്പാക്കി ലിയോ മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. കഴിഞ്ഞ സീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ആ പാവത്താനായിട്ടുള്ള പാർത്ഥിപൻ പക്ഷെ ചെറുതായിട്ടൊന്ന് പേടിച്ചു കഴിഞ്ഞ സീൻ. അതായത് നമ്മ ഊരിലെ തുപ്പാക്കിയാന്നൊക്കെ ചോദിച്ചിട്ട് തുപ്പാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടാകും, തുപ്പാക്കിന്റെ ആ ഒരു സംഭവം വന്നേ. പിന്നെ അത് മാത്രല്ല മറ്റേ ആ ഒരു ഡോക്ടർ ഡെത്ത് അത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു മരണത്തിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് ആള്. കാരണം ചൊറക്കത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മുൻകൂട്ടി ഇങ്ങനെ കണ്ടത് അത് എനിക്കൊന്ന് മറ്റേ അതായിരിക്കില്ല, ചിലപ്പം വേറെ എന്തെങ്കിലും പേടിച്ചിട്ടായിരിക്കണം അന്വേഷിച്ചത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോവാം. സാനി മാസ്റ്ററിന്റെ ഒരു അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സീനിലെ എൻഡിങ് അത് എനിക്ക് കോഫി ഷോപ്പ് സീൻ ഓൾറെഡി വണ്ടി അവിടെ കാണിച്ചു. പിന്നെ അത് മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പിൻ നമ്പർ വേറെ ലെവലായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നേരെ സീനിലോട്ട് പോവാം. റെഡി? മറ്റേതല്ലേ വെടിയും കണ്ട് ബ്ലാസ്റ്റ് പോയി. Hit and run decoding case നടച്ച ഇപ്പോ എനിക്ക് വെറ്ററി ഡോക്ടർനാ looks like a killing spree. ഫേസ് ദോണ്ട എവിടെ ഉണ്ട്? ആരെ നോക്കിയിരിക്കുന്നു? Okay. ഓ ഡാൻസ് കളിക്കാൻ. അല്ലേ നല്ല രസല്ലേ? ചെയ്യൊക്കെ നല്ല ഷോട്ട് അല്ലേ? ഓ ബാക്ക്ഗ്രൗണ്ടിൽ സോങ് ശബ്ദം കേൾക്കുന്നുണ്ട്. തമിഴ് സോങ് അതാണ് കണക്ട് ചെയ്യുന്നത്. കാരണം കശ്മീരിലെ തമിഴ് സോങ്. ഓ ക്ലോസ് ചെയ്ത് തമിഴ് ഫോട്ടോ. நீங்க வேற ஹாஸ்டலுக்கு தாங்க. ശരി എൻജോയ് ചെയ്തല്ലേ? நீ முதல்ல அங்க பாரு. Chocolate coffee. Closed brother. Chocolate coffee. Closed brother. நாளைக்கு காலையில மட்டும் ஒரு 1 hour லேட்டா வரட்டுமா? கோவில் போயிட்டு வந்து இல்ல கடை ചോക്ക് കണ്ട് நீ போ சீக்கிரம் போ. உங்ககிட்ட தான் சொல்றேன், கேக்குதா இல்லையா? கடை அடைச்சாச்சு. நீ போ, அவர்கிட்ட நான் பேசிக்கிறேன். പറഞ്ഞാ പോരെ. ഓ സീൻ ഡാർക്ക് ആയതല്ല. ബാക്ക്ഗ്രൗണ്ടിൽ ആ സോങ് അല്ലേ? പൈസ എടുത്ത് കൊടുക്കാണ്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് പൊളിയല്ലേ? സോങ് കൂടി കാണാനില്ലേ? മറ്റേ ഗണ്ണ്
என்கிட்ட இருக்கிற மொத்த பணத்தையும் கொண்டு வந்துட்டேன். இதுக்கு மேல வேணாலும் சொல்லுங்க, எடுத்து தரேன். அவளை போக விட்டுருங்க ப்ளீஸ். இது தப்பு பிரதர். அந்த பொண்ணை போக விட்டுருங்க ப்ளீஸ். உங்களை நான் கெஞ்சி கேட்டுக்கிறேன். അതെ. ഇവര് ശരിക്കും ഇവിടെയാണ് വരാൻ ഉദ്ദേശിച്ചേട്ടോ. എവിടെ? അവിടെ. ആ കടയില്. வெளியில வரக்கூடாது நான் சொல்ற வரைக்கும் சரியா? എന്താ അടിച്ചു മാറ്റാ? നേരത്തെ കണ്ടില്ലായിരുന്നു പൈസ ഒക്കെ നോക്കുന്നത്. കുട്ടി നോക്കുന്നു. അന്നേരോ തമിഴ് സോങ് ആയിട്ടുള്ള എല്ലാരും ഇങ്ങോട്ട് പോണത്. ചോക്ലേറ്റ് കോഫി ഉണ്ടാക്കി കൊടുക്കണം. കോഫി ഉണ്ടാക്കി കൊടുക്കും. ആള് പോയി ചോദിച്ചോണ്ടിരിക്കുന്നില്ലേ? അപ്പൊ അത് കുടിച്ചിട്ടെങ്കിലും പൊക്കോട്ടെ. കണ്ണല്ലേ? പൈസ 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 ഇവർക്ക് പൈസ വേണ്ടത്. அவன் இந்த பொண்ணு அந்த குழந்தை இங்க இருக்கிற சிஸ்டி மொத்தத்துக்கு நம்ம மூஞ்சி தெரியும். இப்படியே விட்டு நாளைக்கு தாண்ட மாட்டோம். என்ன பண்ணுவோம்? கண்டு கண்டு சாப்பிடுறியா? ചോക്ലേറ്റ് കോഫി സാപ്പിടുறேன். குட் பாய். ഗുഡ് ബോയ്. சிசிடிவி எல்லாம் ப்ளே பண்ணும். കാരണം ഇവര് ഇവിടെ വന്നില്ലേ? ഈ ഷോർട്ട് വ്യത്യസ്ത മ്യൂസിക് അല്ലേ? ആ ഒരു മ്യൂസിക്കാണ് ഫുള്ളുള്ള. സോങ് ഏകദേശം കഴിഞ്ഞിട്ടോ അവിടെ. വേറെ പാട്ട് പ്ലേ ആവുന്നുണ്ടെന്നല്ലോ. മുളത്തരം ബാക്ക്ഗ്രൗണ്ട് സ്കോർ. എല്ലാം പാട്ടുകള്. മറ്റേ സോങ് സോങ് മറ്റേ സീനുണ്ട്. ആ സോങ് ചോക്ലേറ്റ് കോഫി വെച്ചടിച്ചേ. കട്ടതാണ്. ട്രാൻസ്ഫോർമേഷൻ. അടി ജാറ്. കണ്ണടക്കാൻ കുറച്ച് വയലൻസ് ഇങ്ങനെ. കൊറേ ഫൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സോങ് മറ്റേ തന്നെ ഇട്ടാറ്. പല്ല് പോയി. മാക്സിമം കിട്ടിയ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാരും ഏകദേശം അടി കിട്ടി തീർന്ന്. എത്ര പെട്ടെന്നല്ലേ സംഭവം. चिंटू ചോക്ലേറ്റ് കാഫി. ചോക്ലേറ്റ് കാഫി കളിയാക്കണേ. ചോക്ലേറ്റ് കാഫി. തല്ല് വെച്ച് അങ്ങേറ്റണ്ടല്ലോ. റോവർ
മിസ്കിനാണ് കൊറേ വൈകിട്ട് അടിക്കണത്. മറ്റേ വടി ഇത് ചേർ വടി. ഇടയ്ക്ക് റെസ്റ്റ് എടുത്തല്ല അടിയിൽ കൊണ്ടായിരുന്നു. അയ്യോ കണ്ണോക്കെ. ആ മിസ്കിൻ മിസ്കിൻ ആളിറക്കുന്ന ഫസ്റ്റ് കാണിച്ചില്ല. ഇല്ല നടക്കണ്ട, അങ്ങനൊന്നും സംഭവിക്കില്ല വീട്ടിൽ. ഇപ്പൊ കുത്താണ്. ഇപ്പൊ കുത്ര, അതായത് ശരിക്കും കുത്തിട്ട് പോകാനാ പറഞ്ഞത് കേട്ടോ മിസ്കിൻ. കണ്ണോക്കി ഇതേകദേശം ഹൈനനെ പോലെ ഏകദേശം സനിമസ്റ്റ കാണുമ്പോ. ആ പറഞ്ഞു ആ കുത്തിട്ട് പോകാനാ പറഞ്ഞത്. അയ്യോ കൊച്ചിന്റെ അടുത്തുട്ടാ. ഓ ഇല്ലേ ഹൈനനെ പോലെ ഫേസ്. നമ്മള് വിചാരിച്ചു ഇങ്ങനെ ആയിനാന്ന്. ആ അതുപോലില്ലേ. ഷോട്ട് ഷോട്ട് ഷോട്ട്. അവിടെ മറ്റേ എല്ലാ സംഭവം ഉണ്ട്. ടെൻഷനല്ല, ഒരുമിച്ച്. മ്യൂസിക് ആ മൊമെന്റ് ഇത്ര നേരം 5-6 തീർത്ത് ഏകദേശം ഒറ്റടി. ഫേസില് സംഭവം എല്ലാം ഉണ്ടായിരുന്നു. കണ്ണോക്കി വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ എന്തറിയില്ലേ അത്. അതിന് ശേഷമുള്ളൊരു ആഫ്റ്റർ എഫക്ട്സ്. നമ്മളെ മറ്റേ പോസ്റ്റർ ഫസ്റ്റ് കണ്ട ഓർമ്മയില്ലേ? 1-2 പോസ്റ്റേഴ്സ് ഇറങ്ങിയില്ലായിരുന്നു. വേറെ ലെവലായി കളഞ്ഞില്ലേ സീൻ. വിജയണ്ണനല്ല വേറെ ആരോ. ആ എങ്ങനെയുണ്ടായിരുന്നു? പാർത്ഥിപൻ, വിജയനല്ല പാർത്ഥിപൻ. പാർത്ഥിപന്റെ അടുത്ത് മുട കാണിക്കാൻ പോയി, പാർത്ഥിപൻ തിരിച്ചു കൊടുത്ത്. അത് കൊടുത്തതും സിറ്റുവേഷൻ അങ്ങനെ അത്രയും ബാഡ് ആയതുകൊണ്ട് കൊല്ലണ്ടെന്ന് വിചാരിച്ചു ശരിക്കും കോഫി ഉണ്ടാക്കി കൊടുക്കണം. എന്താ പറയാ, ഫസ്റ്റ് ഫസ്റ്റ് ഹാഫിനെ പറ്റിട്ട് ഗംഭീര അഭിപ്രായം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ മൂവിനെ പറ്റിട്ട്. ശരിക്കും എന്താ പറയാ, വിജയണ്ണന്റെ എന്താ പറയാ ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഇതുവരെയായിട്ട് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ ഏരിയയിലെ കൂടി കൊണ്ടുപോയ ഒരു ഫീൽ കിട്ടി. ലോകേഷ് കനകരാജ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ്ലി ഒരു വിജയ് സാധനം അല്ലാണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു വിജയിസം സാധനം അല്ല അല്ലെ, പുതിയൊരു പാർത്ഥിപനെ കാണാൻ പറ്റും. കാരണം ആ ഒരു അച്ഛന്റെ ആ ഒരു നമ്മൾ പറയില്ലേ ഒരു സങ്കടവും അല്ലെങ്കിൽ അത് ചെയ്യണം, ആ ഒരു മൊമെന്റിൽ അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവിടെയുള്ള രണ്ടുപേരും എന്തായാലും രക്ഷിക്കണം. അത് മാത്രല്ല കുട്ടീന്റെ അടുത്ത് ആ ഒരു സമയത്ത് കുട്ടി അപ്പാന്ന് വിളിക്കുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ കാണിച്ചായിരുന്നില്ലേ ഷോട്ട്. പിന്നെ ഭയങ്കര ആ ഒരു എന്താ പറയാ ടെൻഷൻ. യൂഷ്വലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ, ആ ഒരു ഹീറോയിസം കാണിച്ചിട്ട് ഡയറക്റ്റ് ടെക് ടെക് ടെക്. പക്ഷെ അവിടെ ആ ക്യാരക്ടറിന്റെ എല്ലാ ഇമോഷൻസ് അവിടെ നമ്മളെ കാണിച്ചിട്ടാണ് ആ ഒരു സംഭവം. അത് മാത്രല്ല ഫസ്റ്റ് മുതലേ ക്യാരക്ടർ കാമായിട്ടാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതായത് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഏകദേശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഉളത്തരങ്ങൾ നടന്നു തുടങ്ങിയപ്പോഴാണ് ആൾക്ക് ഇളകിയത് അല്ലെ. കാരണം വെച്ചാൽ ഇനി വേറെ വഴിയില്ല. കാരണം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം, അതുപോലെ തന്നെ ആ കുട്ടിയുണ്ട്, 2 പേരുണ്ട്. അപ്പൊ ആ ഒരു സംഭവം കറക്റ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സീനല്ലേ, അതായത് എല്ലാരും തകർത്ത് ഈ സീനിൽ. അതായത് വിജയണ്ണൻ വേറെ ലെവൽ, മാസക്കും മേലെ. മറ്റേ മിസ്കിനായാലും നമ്മൾ തന്നെ സാൻഡി മാസ്റ്റർ ആയാലും രണ്ടുപേരുടെ എക്സ്പ്രഷൻസ് എന്താ പറയാ ഇതിനകത്ത് നമ്മള് അറിയില്ലേ ആ ഒരു മാൻഡറിസം വല്ലാണ്ട് പിടിച്ചിട്ടോ. അതായത് ഇതിനകത്താണെങ്കിലും മിസ്കിന് എന്താ പറയാ എന്നാലും ആ ഒരു
ഡാർക്ക് ഹ്യൂമർ ഉണ്ട് താനും, പക്ഷെ എന്നാലും അവരുടെ ആറ്റിറ്റ്യൂഡ് അവർ ഫുള്ളായിട്ട് മാറിയിട്ടില്ല. ആ സൈക്കോ ആയിട്ട് തന്നെയായിരുന്നു ഫുൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സനിമ സ്റ്റാർ അവർ അവസാനം കുട്ടീൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു ചിരിക്കുന്നില്ലേ, പല്ല് പോയിട്ടും കൂടി ഒരു ചിരി ഇരിക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് എനിക്ക് തോന്നുന്ന ഒരു മൃഗത്തിനെ പോലെയായിരുന്നു, ഒരു ഹൈന ഫീൽ ആണ്. ഇനിയിപ്പോ ഇങ്ങനെ തന്നെയാണ് ഹൈനാന്നൊക്കെ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നമ്മളൊരു ആനിമൽ എഫക്റ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും. പിന്നെയാണെന്നുണ്ടെങ്കിൽ തളപതിയുടെ എടുത്തെടുത്തെടുത്ത് പറയണം, എല്ലാവരും മിസ്കിനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അതും മൂവിയിൽ. ആ സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുള്ള സോങ്സ്, 2 സോങ്സ്, ആ 2 സോങ്സ് പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഡാർക്ക് കുറച്ച് കുറഞ്ഞത്. കാരണം നമ്മളറിയില്ലേ, പാട്ട് നമ്മൾ ചിലപ്പോൾ അറിയാണ്ട് ശ്രദ്ധിച്ചു പോകും പാട്ടിലോട്ട്, അപ്പൊ ചിലപ്പോൾ ചില മൊമെന്റ്സ് പോയി പോകും. പക്ഷെ എന്നാലും അങ്ങനെ തന്നെ ഈ പാട്ടില്ല വേറെന്തെങ്കിലും ഭയങ്കര കംപ്ലീറ്റ്ലി ഡാർക്കിഫൈഡ് ആയ, ഭയങ്കര ഡാർക്ക്. അതും ഈ ഒരു സിറ്റുവേഷന് ചേരുന്ന രീതിയിൽ തന്നെ. പ്രത്യേകിച്ച് ആ പാട്ട് മാറുന്നത് നമ്മളെ കാണിച്ചു തന്നു. ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിലോട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലേലിസ്റ്റ് ആക്കി വെച്ചേക്കാണ്. ഓൾറെഡി പറയുന്നുണ്ട് അവരങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാ ദിവസത്തെ ഒരു സംഭവം പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെ നടന്ന് ഒബ്വിയസ്ലി എല്ലാരെയും കൊന്നു. അപ്പൊ എന്തായാലും അവിടെ പോലീസ് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഇതാണെന്ന് തോന്നുന്നു ആ ഒരു സങ്കടം കാണിച്ചത്. ജസ്റ്റ് അടിച്ചിട്ട് മാത്രമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, കൊന്നു കളഞ്ഞില്ല എല്ലാരും. ആ ഒരു സംഭവം ഉണ്ട്. അത് ആ ഒരു അവസാനത്തെ ഫേസിയൽ എക്സ്പ്രഷൻ ഒരു രക്ഷയില്ല, കരഞ്ഞു ശരിക്കല്ലേ. അതായത് ചെയ്തു പോയല്ലോ എന്നുള്ളൊരു അവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും എന്നുള്ളൊരു അവസ്ഥയും കാണിക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് സീനിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് സീൻ എന്താണ് വരാൻ പോകുന്നത്. എന്തായാലും രക്ഷയില്ലാത്ത സീനായിരുന്നു. നിങ്ങൾ ഈ സീൻ എങ്ങനെയാണ് തിയേറ്ററിൽ എൻജോയ് ചെയ്തത് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നല്ല വരുന്നതായിരിക്കും.